ദുർമന്ത്രവാദശേഷം പുഴയിലേക്കിറങ്ങിയ മന്ത്രവാദിയും യുവാവും മുങ്ങി മരിച്ചു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ്, കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത്. ദോഷങ്ങൾ തീർക്കാൻ എന്ന പേരിൽ കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലെ ഹസന്റെ വീട്ടിലേക്ക് കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു 18-കാരനായ യുവരാജ്. ഇന്ന് രാവിലെ 10:30ഓടെയാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവരാജും അമ്മയും സഹോദരി ഭർത്താവും അടങ്ങുന്ന 4-അംഗ സംഘം കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലെ ഹസൻ മുഹമ്മദ് എന്ന മന്ത്രവാദിയുടെ വീട്ടിലേക്കെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച യുവരാജിന് നല്ലൊരു ജോലി ലഭിക്കാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ഹസൻ മുഹമ്മദിനെ കുടുംബം കണ്ടപ്പോൾ ദോഷങ്ങളുണ്ടെന്നും അത് തീർക്കുന്നതിനായി ഒരാഴ്ചയ്ക്ക് ശേഷം വരാൻ പറയുകയുമായിരുന്നു. തുടർന്ന് കുടുംബം ഇന്ന് ഹസൻ മുഹമ്മദിന്റെ വീട്ടിലെത്തിയപ്പോൾ പരിഹാരം എന്ന പേരിൽ പലതും ചെയ്യുകയും ശേഷം പുഴയിൽ ചിലത് ഒഴുക്കിവിടാനുണ്ടെന്ന് പറഞ്ഞ് ഹസൻ മുഹമ്മദും യുവാവും ഇരുചക്ര വാഹനത്തിൽ കുലുക്കപ്പാറയിലെ പുഴയിലേക്ക് ഇറങ്ങിയതായിരുന്നു. പിന്നീട് നാട്ടുകാരാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളത്ത് പക്കത്തിൽ വണ്ടി നിന്ന് யாரை இறந்துட்டாங்களாமா, யார் என்னன்னு சொல்லிட்டு என்ன நம்பர்லேருந்து கூப்பிட்டாங்க, என்ன நம்பரை கூப்பிட்டாங்க. கூட்டும்போது யாருங்க எதுக்கு இப்படி சொல்கிறீங்க தெரியலைங்க, இங்கே கேரளாமாம்மா அப்படி இப்படின்னு சொல்லி சொன்னாங்க. ஆனால் நான் கேரளாவுக்கு தான் இருக்கிறோம், ஒரு சோழியாக வந்தேங்க, ஏன்னா என்னென்ன ஆச்சு அப்படின்னு சொல்லி கேட்டபடி இந்த மாதிரி இங்கே குளத்து பக்கத்தில் யாரும் இறந்துட்டாங்களாம்மா, உங்கள் வண்டி அங்கே தான் நிற்குதுங்க, போய் பாருங்கள் என்னன்னு சொல்லிட்டு எங்கே குளம்னு சொல்லி சொன்னாங்க. அப்படி சொன்ன பிறகு அப்புறம் போலீஸ்காரங்க அவங்களுக்கு கூப்பிட்டாங்களாமா, ஷோரூம்காரங்களுக்கு கூட்டமுடி. அப்புறம் நான் அப்படிங்கன்னா சரி நாங்கள் போய் பார்க்குறோன்னா அப்படி சொல்லிட்டு அப்புறம் நானும் எங்கள் அத்தையும் வந்தேங்க, அவங்க വീട്ടിലെന്ത് ഇങ്ങ കുളത്തേക്ക് വന്നത്. അഗ്നിശമന സേനയെത്തി 2 മൃതദേഹങ്ങളും പുറത്തെടുത്തു. പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, പാലക്കാട്.